ഹായ് ഫ്രണ്ട്സ്, നോബൽ പ്രൈസിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിൽ നിന്നും തുടങ്ങാം. ഇപ്രാവശ്യത്തെ കറണ്ട് അഫയേഴ്സ്. 2022 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഫ്രഞ്ച് എഴുത്തുകാരി ആനി എർമാക്സിന്. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം സ്വീഡിഷ് ജനിതക ശാസ്ത്രജ്ഞനായ സ്വാൻഡെ പാബോക്ക്. ശരിയായ ഉത്തരം ഇതിൽ ഏതാണെന്നുള്ളതാണ്. ഇതിലെ ശരി 1ഉം 2ഉം ശരിയാണ്. ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. സാഹിത്യത്തിലുള്ള നോബൽ പുരസ്കാരം ആനി എർമാക്സിനാണ്. അതുപോലെ തന്നെ സ്വാൻഡെ പാബോക്കാണ് 2022 വൈദ്യശാസ്ത്രത്തിനുള്ള പുരസ്കാരം. ആരൊക്കെയാണ് നോബൽ പുരസ്കാരങ്ങൾ എന്ന് നോക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിന് US ഫെഡറൽ റിസർവിന്റെ മുൻ മേധാവി ബെൻ എസ് ബെർനാൻകി, ഡഗ്ലസ് W ഡയമണ്ട്, ഫിലിപ്പ് H ഡിബ്വിക്ക്. ഇവർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം. പേരോർത്തു വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ബൺ കണ്ടോ, ബർണിലും ഉണ്ട് ബെന്നിലും ഉണ്ട് ഒരു ബൺ. ബണ്ണ് വിഗ് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വിഗ് വെച്ചിട്ടുള്ളത്? ഡയമണ്ട് കൊണ്ടുള്ള വിഗ് വെച്ചിട്ടുണ്ട്. കാരണം സാമ്പത്തിക ശാസ്ത്രമല്ലേ, ബാങ്കുമായി ബന്ധപ്പെട്ട ആളുമല്ലേ. അപ്പൊ ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിനാണ്. അപ്പോ ഒരു ബാങ്കറാണ് ബൺ. ആ ബൺ എന്ത് വെച്ചിട്ടുണ്ട്? ഡയമണ്ട് കൊണ്ട് ഒരു വിഗ് വെച്ചിട്ടുണ്ട്. അപ്പോ ബെൻ എസ് ബെർനാൻകിയായി, ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഡഗ്ലസ് W ഡയമണ്ട് ആയി, വിഗ് എന്ന് പറഞ്ഞാൽ ഫിലിപ്പ് H ഡിബ്വിക്കായി. അപ്പൊ ബാങ്കിങ് വ്യവസ്ഥയെ കുറിച്ച് നടത്തിയ ഗവേഷണമാണ് പുരസ്കാരത്തിന് അർഹമായത്. ബാങ്കുകൾ തകരുമ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ബെർനാൻകി പഠനങ്ങൾ കണ്ടെത്തി. ബാങ്കുകൾ തകരുന്നത് എങ്ങനെയാണെന്ന് ഡയമണ്ടും ഡിബ്വിക്കും വിശദീകരിച്ചു. ഭൗതിക ശാസ്ത്രത്തിനുള്ള സമ്മാനങ്ങൾ അലൈൻ ആസ്പെക്റ്റിനും ജോൺ ക്ലൗസറിനും ആൻഡൻ സൈലിംഗറിനുമാണ്. ക്വാണ്ടം മെക്കാനിക്സിലെ സംഭാവനയ്ക്കാണ്. അപ്പോ എത്ര ആലോചിച്ചാൽ മതി. ഇവരൊരു ഡാൻസേഴ്സ് ആണ്. ആരൊക്കെ? അലൈൻ ഒരു ഡാൻസർ ആണ്. അപ്പൊ അയാൾ ട്രൗസർ ഇട്ടിട്ടാണ് ഡാൻസ് ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് അയാൾ ഡാൻസും ചെയ്യുന്നുണ്ട്, പാടുമുണ്ട്, സിംഗറുമാണ്. ഓർത്തു വെക്കുക. ഇപ്പൊ ക്വാണ്ടം ഡാൻസ് ആണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സിലെ സംഭാവനയ്ക്ക് അലൈൻ ആസ്പെക്ട്, ജോൺ ക്ലൗസർ ട്രൗസർ എന്ന് ഓർത്തു വെക്കുക, ക്ലൗസർ, ആൻഡൻ സൈലിംഗർ സിംഗർ എന്ന് ഓർത്തു വെക്കുക. ഇതാണ് ഭൗതിക ശാസ്ത്രം. ഭൗതിക ശാസ്ത്രം ക്വാണ്ടം ഡാൻസ് ചെയ്തുകൊണ്ട് സിംഗ് ചെയ്യുന്ന, ട്രൗസർ ഇട്ട് പാടുന്ന അലൈനാണ്. ഓക്കെ, ക്വാണ്ടം ഇൻഫർമേഷൻ സയൻസിന് തുടക്കമിട്ടു. കമ്പ്യൂട്ടിങ്ങിലും ക്രിപ്റ്റോഗ്രാഫിയിലും അപ്ലിക്കേഷനുകൾ വേഗത്തിൽ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടായി. ക്വാണ്ടം ബന്ധനത്തെ കൂടുതൽ വിശദീകരിച്ചു. അതുപോലെ തന്നെ ബെൽ അസമത്വ സിദ്ധാന്തം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതിനൊക്കെയാണ് ഭൗതിക ശാസ്ത്രത്തിന് സംഭാവനകൾ കിട്ടിയത്. അപ്പൊ ബെല്ലിട്ടിട്ടുള്ള ട്രൗസറാണ് നോക്കി വയ്ക്കുക. ക്വാണ്ടം ഇൻഫർമേഷൻ സയൻസിന് തുടക്കമിട്ടു. ഇതൊക്കെ അതിനോടൊപ്പം ഓർത്തു വെക്കുക. അപ്പൊ നല്ല ബെല്ലുള്ള ഒരു ട്രൗസർ ഇട്ട് അലൈൻ, ക്ലൗസർ ആണ് ട്രൗസർ എന്ന് പറഞ്ഞാൽ, അലൈൻ സിംഗ് ചെയ്യുകയാണ്. സിംഗർ എന്ന് പറഞ്ഞാൽ സൈലിംഗ്. ഓക്കെ, ഇനി രസതന്ത്രത്തിലും ഒരു പാട്ടാണ്. ഷാർപ്പ്ലെസ് ഉണ്ട്. അപ്പൊ ഷാർപ്പായിട്ടുള്ള കരോൾ ഗാനങ്ങളാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, ഷാർപ്പായിട്ടുള്ള കരോൾ ഗാനങ്ങളാണ്. അതിന് മെഡലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ കരോളിൻ ആർ ബർട്ടോസിയായി കരോൾ, മോർട്ടൻ മെൽഡൽ മെഡലായി, ബാരി ഷാർപ്പ്ലെസ് ഇപ്പൊ ഷാർപ്പായ കരോൾ ഗാനങ്ങൾ പാടുകയാണ്. അതിന് മെഡൽ കിട്ടിയിട്ടുണ്ട്. ക്ലിക്ക് കെമിസ്ട്രി, ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയിലെയും സംഭാവനകൾക്കാണ് പുരസ്കാരം. ക്ലിക്ക് ബയോ എന്നോർത്ത് വയ്ക്കുക. ബാരി ഷാർപ്പ്ലെസ്സിന് 2ാം തവണയാണ് നോബൽ പുരസ്കാരം ലഭിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, ബാരി ഷാർപ്പ്ലെസ്സിന് 2ാം തവണയാണ് പുരസ്കാരം. സമാധാന നോബൽ ബെലോറസ് മനുഷ്യാവകാശ പ്രവർത്തകനും അഭിഭാഷകനുമായ ബിയാലിയാറ്റ്സ്കിക്കും 2 സംഘടനകൾക്കുമാണ് പുരസ്കാരം. സമാധാന നോബൽ പ്രാവശ്യം ബെലാറൂസിലെ മനുഷ്യാവകാശ പ്രവർത്തകനും അഭിഭാഷകനുമായ അലിസ് ബിയാലി 2 സംഘടനകൾക്കുമാണ്. അപ്പോ നമുക്ക് ബലിയാടുകൾ ആവുന്നവർക്ക് എന്ന് ഒപ്പുവെച്ചാൽ മതി. അലിസ് ബിയാലി ബലിയാട് കണ്ടോ, ബലിയാട്. അതായത് മനുഷ്യവിധ്വംസക പ്രവർത്തനം കാരണം ബലിയാടുകൾക്കാവുന്നവർക്കാണ് പ്രസ്തുത പുരസ്കാരം. ബെലാറൂസ് മനുഷ്യാവകാശ പ്രവർത്തകനായ അലിസ്
ബിയാലിയാഡ്സ്കി. റഷ്യൻ മനുഷ്യാവകാശ സംഘടനയായ മെമ്മോറിയലിനും ഈ സമ്മാനം കിട്ടിയിട്ടുണ്ട്. 3 പേർക്കാണ്. ഒന്ന് അലീസ് ബിയാലിയാഡ്സ്കിക്ക്, അതുപോലെ തന്നെ റഷ്യൻ മനുഷ്യാവകാശ സംഘടന മെമ്മോറിയലിന്, ഉക്രൈന്റെ മനുഷ്യാവകാശ സംഘടന സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ്. നമുക്കറിയാലോ, ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് റഷ്യ യുക്രൈനും. അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്ക് ഓർത്തു വെക്കാം. മനുഷ്യാവകാശ സംരക്ഷണത്തിനായി നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇവരെ പുരസ്കാരത്തിന് അർഹനായത്. 1980കളിൽ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരിൽ ഒരാളായിരുന്നു ബെലാറൂസിലെ അലിസ് ബിയാലിയാഡ്സ്കി. സമാധാനപരമായ വികസനം, ജനാധിപത്യം ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് തന്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച മനുഷ്യനാണ് അദ്ദേഹം. ഈ 1987ലാണ് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം അർഹമായ സംഘടനയായ മെമ്മോറിയൽ സ്ഥാപിക്കപ്പെടുന്നത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന റഷ്യയിലെ ഏറ്റവും വലിയ സംഘടനയാണ്. യുദ്ധത്തെയൊക്കെ എതിർക്കുന്നുണ്ട് മെമ്മോറിയൽ. യുക്രൈനിലെ കീവിലാണ് 2007ലാണ് സെന്റർ ഫോർ ലിബർട്ടി സ്ഥാപിക്കപ്പെട്ടത്. അവരും അവിടെ യുദ്ധത്തിനൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെയാണ് സംഘടന പ്രവർത്തിക്കുന്നത്. യുക്രൈനെ ഒരു സമ്പൂർണ്ണ ജനാധിപത്യ രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൽ വലിയ സമ്മർദ്ദം അവർ ചെലുത്തുന്നുണ്ട്. വൈദ്യശാസ്ത്രത്തിലെ പുരസ്കാരം സാൻഡേ പെബുവിനാണ്. സാൻഡേ പെബു മനുഷ്യരുടെ പൂർവികർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പൂർവികർ ഉൾപ്പെടുന്ന ഒരു ജന്തുവർഗത്തിന്റെയും മനുഷ്യ പരിണാമത്തിന്റെയും ജീനോമുകളെ കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് സ്വാൻഡേ എന്ന് പറഞ്ഞാൽ സ്വന്തം എന്ന് ഓർത്തു വയ്ക്കുക. നമ്മുടെ സ്വന്തം മുൻഗാമിയായ പൂർവികനായ ഇന്നത്തെ മനുഷ്യരുടെ ആദിമ രൂപമായ നിയാണ്ടർത്താലിന്റെ ജനിതക ഘടനയാണ് ഈ സ്വാൻഡേ പാബോ ക്രമീകരിച്ചത്. അപ്പൊ സ്വന്തം പൂർവികരുടെ, സ്വന്തം എന്ന് ഓർത്തു വയ്ക്കുക, സ്വന്തം പൂർവികനായ നിയാണ്ടർത്താലിന്റെ ജനിതക ഘടന അദ്ദേഹം ക്രമീകരിച്ചു. മനുഷ്യരും പൂർവികരും ഉൾപ്പെടുന്ന ഒരു ജന്തുവർഗത്തിന്റെയും മനുഷ്യ പരിണാമത്തിന്റെയും ജീനോമുകളെ കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് സാൻഡോയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഇപ്പൊ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസായി. ഇനി നമുക്ക് സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ഫ്രഞ്ച് എഴുത്തുകാരിയായ ആനി എർണോയ്ക്കാണ്. ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. ആനിക്കാണ് സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം. വ്യക്തിപരമായ ഓർമ്മയുടെ ധീരതയോടെയും സൂക്ഷ്മമായുള്ള ആവിഷ്കാരങ്ങളാണ് എർണോയുടെ കൃതികൾ. ഇതാണ് പുരസ്കാര സമിതിയുടെ വിലയിരുത്തൽ. ഒരു ആത്മകഥ ഉണ്ട്, ക്ലീൻഡ് ഔട്ട്, ലെസ് ആർമോയേഴ്സ് വൈറ്റ്സ് അഥവാ ക്ലീൻഡ് ഔട്ട് എന്ന ആത്മകഥാപരമായ നോവലിലൂടെയാണ് എർണോ തന്റെ സാഹിത്യ ജീവിതം തുടങ്ങുന്നത്. ഇവരുടെ സാഹിത്യകൃതികളിൽ അനുഭവങ്ങളും ഭാവനകളും തമ്മിലുള്ള അകലം ഇല്ലാതാവുന്നു. പലപ്പോഴും ഏതാണെന്ന് തിരിച്ചറിയാനാവാത്ത വിധം കൂടിക്കുഴയുകയും ചെയ്യുന്ന പുസ്തകങ്ങളാണ് ആനിയുടേത്. ഇപ്പൊ ആനിക്കാണ് സാഹിത്യത്തിനുള്ള പുരസ്കാരം. ലെസ് ആർമോയേഴ്സ് വൈറ്റ്സ് ക്ലീൻഡ് ഔട്ട് എന്ന ആത്മകഥാപരമായ നോവലിലൂടെയാണ് എർണോ തന്റെ സാഹിത്യ ജീവിതം തുടങ്ങിയത്. അപ്പൊ അവരുടെ ആത്മകഥ ലെസ് ആർമോയേഴ്സ് വൈറ്റ്സ് ക്ലീൻഡ് ഔട്ട് എന്നുള്ളതാണ് അവരുടെ ആത്മകഥ. അപ്പോ സാഹിത്യത്തിനുള്ള പുരസ്കാരം ആർക്കാണ്? ആനിക്കാണ്. വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം എന്ന് പറയുന്നത് സ്വന്തം പൂർവികനെ കണ്ടെത്തിയ സാൻഡേ പേബു, നമ്മുടെ മനുഷ്യരുടെ ആദിമ രൂപമായ വംശനാശം സംഭവിച്ച നിയാണ്ടർത്താലിന്റെ ജനിതക ഘടന ക്രമീകരിച്ചു, അല്ലെ? നമ്മുടെ മനുഷ്യരും പൂർവികരും ഉൾപ്പെടുന്ന ജന്തുവർഗത്തിന്റെയും മനുഷ്യ പരിണാമത്തിന്റെയും ജീനോമുകളെ കുറിച്ചുള്ള കണ്ടെത്തലുകളിൽ. അതുപോലെ തന്നെ സമാധാനത്തിന് 3 പേർക്കാണ്. ഒന്ന് വ്യക്തിക്കാണ്, ബെലിയാഡ് എന്ന് ഓർത്തു വെക്കുക, ബിയാലിയാഡ്സ്കി ബെലാറൂസ് മനുഷ്യാവകാശ പ്രവർത്തകനാണ്. മറ്റത് യുദ്ധം ചെയ്യുന്ന റഷ്യ യുക്രൈനിലെ 2 സംഘടനകൾക്ക്, റഷ്യയിലെ മെമ്മോറിയലിനും യുക്രൈനിലെ സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസിനും. രസതന്ത്രം നമുക്കറിയാം, പാട്ടുപാടുകയാണ്. രസതന്ത്രത്തിലും ഫിസിക്സിലും നമുക്ക് ഉറപ്പ് വെക്കുക, ഭൗതിക ശാസ്ത്രത്തിലും പാട്ടുപാടുകയാണ് 2 കൂട്ടരും, അല്ലെ? ഒരാള് രസതന്ത്രത്തിൽ കരോളിന്റെ പാട്ടാണ്, ഷാർപ്പായിട്ടാണ് പാടുന്നത്, അതിന് മെഡൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കരോളിൻ, മോർട്ടൻ മെൽഡലിന് മെഡൽ, ഷാർപ്പ്ലെസ്. ക്ലിക്ക് കെമിസ്ട്രി, ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയിലെയും സംഭാവനകൾക്കാണ് പുരസ്കാരം. ഭൗതിക ശാസ്ത്രത്തിലും പാടുകയാണ്, അലൈനാണ് പാടുന്നത്, അലൈൻ ആസ്പെക്ട്. ട്രൗസർ ഇട്ടാണ് പാടുന്നത്, ജോൺ ക്ലൗസർ. ആ ട്രൗസറിന് ഒരു ബെല്ലുണ്ട്, ബെൽ അസമത്വ സിദ്ധാന്തം ഓർത്തു വെക്കണം. സിംഗ് ചെയ്യുകയാണ്, പാടുകയാണ് സിംഗർ ആന്റൺ സൈലിംഗർ. അലൈൻ ആസ്പെക്ട്, ജോൺ ക്ലൗസർ, ആന്റൺ സൈലിംഗർ. ക്വാണ്ടം
ക്വാണ്ടം ഡാൻസ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സിലെ സംഭാവനയ്ക്കാണ് അവർക്ക് നോബൽ പുരസ്കാരം. ക്വാണ്ടം ഇൻഫർമേഷൻ സയൻസിന് തുടക്കമിട്ടു. കമ്പ്യൂട്ടിങ്ങിലും ക്രിപ്റ്റോഗ്രാഫിയിലും അപ്ലിക്കേഷനുകൾ വേഗത്തിൽ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. സാമ്പത്തിക ശാസ്ത്രത്തില് സമ്മാനം ഓർക്കുമ്പോൾ ഒരു ബൺ ഓർമ്മിച്ചു വെക്കുക. US ഫെഡറൽ റിസർവിന്റെ മുൻ മേധാവി പെൻ എസ് ബെർണാൻസ്കി, അതാണ് ബൺ. ആ ബണ്ണ് ബാങ്കുമായി ബന്ധപ്പെട്ടതാണല്ലോ, കാശുകാരാണല്ലോ. ഡയമണ്ട് കൊണ്ടുള്ള വിഗ് വെച്ചിട്ടുണ്ട്. ഡയമണ്ട് ഫിലിപ്പ്, ഡഗ്ലസ് W ഡയമണ്ടും ഫിലിപ്പ് H ഡിബ് വിഗും. ബാങ്കുകളുടെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചുള്ള ഗവേഷണത്തിനാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഇനി 1901 നോബൽ ഫൗണ്ടേഷൻ ആണ് നോബൽ സമ്മാനം ആരംഭിച്ചത്. ഓർത്തുവെക്കാൻ എളുപ്പമുള്ള ഒരു കൊല്ലമാണ് 1901. സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് നോബലിന്റെ സ്മരണാർത്ഥമാണ് ഈ പുരസ്കാരം. സമാധാനം, സാഹിത്യം, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, വൈദ്യശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, ഇങ്ങനെ 6 മേഖലകളിലാണ് നോബൽ സമ്മാനം നൽകുന്നത്. നോബൽ സമ്മാനം നൽകേണ്ടിയ ഇന്ത്യക്കാരിൽ ആദ്യം നേടിയെന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. 1913 രവീന്ദ്രനാഥ ടാഗോർ നോബൽ സമ്മാനം നേടുന്നത്. 1930, ഈ 13 തന്നെ ഉറപ്പിച്ചാൽ മതി, 30 CV രാമന് ഊർജതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം. രാമൻ എഫക്റ്റ് ഒക്കെ ഓർത്തു വെക്കുക. 1979, പിന്നീട് 1979 മദർ തെരേസയ്ക്ക് സമാധാന നോബൽ. 1983 സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖരന് ഊർജതന്ത്ര നോബൽ. 1998 സാമ്പത്തിക നോബൽ ആദ്യമായി അമർത്യ സെൻ ഇന്ത്യയിൽ എത്തിക്കുന്നു. 2009 ഇന്ത്യൻ വംശജനായ വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ രസതന്ത്ര നോബൽ പങ്കിടുന്നു. 2014 കൈലാഷ് സത്യാർത്ഥി സമാധാന നോബൽ. ഇതും ഓർത്തു വെക്കുക. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ കാണാം. നമ്മൾ പഠിക്കാൻ കുറച്ച് വിഷമമുള്ള കാര്യങ്ങളാണ്, ഓർത്തു വെക്കുക, പഠിക്കുക. വീണ്ടും അടുത്ത കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.